afternoon and Assalamu alaikum. With me is Mr. Saifuddin from Kerala. He will share the experiences in his complete tour in Kashmir. Yeah, hi everybody. We are from Kerala. My name is Saifuddin. My friend is Arun. Last 5 days we are here with Ash Bro. It's one of the greatest experiences in my life because Kashmir is one of the paradise in earth. So our this experience, our food, our everything is a very best. Our journey is very excitement and the trip is very awesome. So I congrats our trip coordinator, Mr. Ashik Bhai, and everything is we are enjoying very good way. So I'm not forget this journey and this Kashmir and this people and this tourism. Everything is very good for all the people. So everyone want to watch the Kashmir once in life because this really is one of the heaven the world. Thank you very much. Thank you very much. And in Malayalam? Yeah. ഹായ്, ഞാൻ സെക്കൻഡ് ടൈമാണ് കാശ്മീർ വരുന്നത്. ഒരു 10 വർഷം മുമ്പാണ് ഫസ്റ്റ് വന്നത്. അത് ഇതേപോലെ ഞങ്ങൾ ഫ്രണ്ട്സായിട്ടാണ് വന്നത്. കമ്പനി ട്രിപ്പ് തന്നെയായിരുന്നു. ഇത് സെക്കൻഡ് ടൈമാണ് വരുന്നത്. പക്ഷെ അന്ന് വന്നതിനേക്കാൾ കുറച്ചുകൂടി കംഫർട്ടും കുറേ സ്ഥലങ്ങളും കുറേ ഫുഡ്സും എക്സ്പ്ലോർ ചെയ്യാൻ ഇത്തവണ പറ്റി. വരുമ്പോൾ എല്ലാവരും പ്രത്യേകിച്ച് നിങ്ങൾ സമയമെടുത്ത് നല്ല ഹോട്ടൽസ് ബുക്ക് ചെയ്ത് വന്ന് ഇവിടെ സ്റ്റേ ചെയ്യണം. വെറുതെ ചീപ്പ് റേറ്റിന്, വളരെ കുറഞ്ഞ റേറ്റിന് നിങ്ങൾ പോയിട്ട് ഹോട്ടൽസ് ബുക്ക് ചെയ്ത് ഒരിക്കലും സ്റ്റേ ചെയ്യരുത്. ഒരു 3 സ്റ്റാറോ 4 സ്റ്റാറോ ഹോട്ടലിൽ നിങ്ങൾ സ്റ്റേ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കുറേ ഹെൽത്ത് ഇഷ്യൂസ് ഭയങ്കരമായിട്ട് കുറയും. ജമ്മു കാശ്മീർ ട്രിപ്പ് ഞങ്ങൾ പോയ സ്ഥലങ്ങളൊക്കെ ഒരു രക്ഷയില്ലാത്ത സ്ഥലങ്ങളാണ്. അതിനേക്കാൾ ഉപരി ഞങ്ങൾക്ക് ട്രാവലിംഗ് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. സമയമെടുത്ത് ഓരോരോ സ്ഥലങ്ങളും കുറേ സമയമെടുത്ത് കണ്ടിട്ടാണ് ഞങ്ങൾ വന്നത്. ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ടിപ്സിന് വേണ്ടിയിട്ടായിരിക്കും നമ്മളെ കുറേ പേര് പറ്റിക്കും. ഓരോ സാധനങ്ങൾക്കും ഭയങ്കര റേറ്റാണ്. പക്ഷെ അത് അതിൻ്റെ ഒരു 10-1 റേറ്റ് നമ്മൾ പറഞ്ഞ് ബാർഗെയിൻ ചെയ്യാനുള്ള കഴിവ് നമുക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജമ്മു കാശ്മീർ ട്രിപ്പ് നിങ്ങൾക്ക് ഭയങ്കര എക്കണോമിക്കലായിരിക്കും. അപ്പോൾ ഞാൻ അന്ന് വന്നപ്പോൾ എനിക്ക് ഒരാൾക്ക് ഒരു 10 വർഷം മുമ്പ് 40,000 റുപ്പീസ് എക്സ്പെൻസ് ഉണ്ട്. പക്ഷേ ഇത്തവണ ഫ്ലൈറ്റ് ചാർജ് മാറ്റി വയ്ക്കും. ഫ്ലൈറ്റ് ചാർജ് കുറച്ചാൽ അത്ര ചിലവ് വന്നിട്ടില്ല. ഞങ്ങൾ അൺഎക്സ്പെക്റ്റഡ്ലി ആണ് ഈ ട്രിപ്പ് പ്ലാൻ ചെയ്ത ട്രിപ്പല്ല. ഞങ്ങൾക്ക് ഇൻഡിഗോ ഫ്ലൈറ്റിന് ഞങ്ങൾ സ്പെഷ്യൽ താങ്ക്സ് പറയുന്നു. ഇൻഡിഗോ ഫ്ലൈറ്റ് ക്യാൻസൽ ആയതുകൊണ്ടുമായി ബന്ധപ്പെട്ട് 2 ദിവസം ഡിലേ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ആ സമയം ചെലവഴിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോഴാണ് ഞങ്ങൾ പെട്ടെന്ന് ജമ്മു കാശ്മീരിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡിൽ ഉണ്ടായ ട്രിപ്പാണ്. പക്ഷെ ആ ട്രിപ്പ് വന്നത് വെറുതെ ആയില്ല. ഗുൽമർഗ് ആയിക്കോട്ടെ, സോനമർഗ് ആയിക്കോട്ടെ, ഞങ്ങളിപ്പോൾ ഈ കഴിക്കുന്ന ഭക്ഷണം അഹമ്മദ് പേട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് വാസ്വാൻ എന്ന് പറഞ്ഞ ഭക്ഷണമാണ് കഴിക്കാൻ വന്നിരിക്കുന്നത്. ഇവിടുത്തെ സെറ്റപ്പ് തന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഹോട്ടലുകൾ ചെറിയ രീതിയിൽ ഇങ്ങനത്തെ ഒരു ഹോംലി ഫ്രണ്ട്ലി സെറ്റപ്പിലേക്ക് മാറിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല ഭക്ഷണം എല്ലാവർക്കും കൊടുക്കാൻ പറ്റും. മറ്റൊരു കാര്യം, ഇവിടുത്തെ ഹോട്ടലുകളിൽ ചായക്കടകളിൽ കയറിയാണ് ഇത്രയും വൃത്തിയുള്ള ചായക്കട ഞാൻ ഇന്ത്യയിൽ ഒട്ടുമിക്ക എല്ലാ സംസ്ഥാനവും യാത്ര ചെയ്തിട്ടുണ്ട്. ഇത്രയും വൃത്തിയുള്ള ചായക്കട, അതായത് നമ്മുടെ ചായക്കട എന്ന് പറഞ്ഞാൽ ചെറിയ ഇതാണ്. പുറത്ത് ഒരു ടേബിളും ഒരു ഫ്ലാസ്കും ചായ ഇതൊക്കെ വെച്ച് ചായ ഉണ്ടാക്കി തരും. പക്ഷെ ആ ചായ ടീ ഒരു രക്ഷയില്ല. അതായത് അത് വൃത്തി, ടേസ്റ്റ് അടിപൊളിയാണ്. പക്ഷേ ഈ ചായയുടെ മേക്ക് ചെയ്യുന്ന രീതി, അതിൻ്റെ ഒരു വൃത്തി പ്രത്യേകം പറയുന്നതാണ്. നല്ല സ്ഥലമാണ് ജമ്മു കാശ്മീർ. ധൈര്യമായിട്ട് ഇവിടെ വരിക. എല്ലാ സപ്പോർട്ടും. ഓക്കെ, താങ്ക് യു.